താന്തോന്നിയും പെണ്ണും അവസാന ഭാഗം. ഞാൻ അന്വേഷണത്തിലായിരുന്നു. ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് തെളിഞ്ഞ നിമിഷം അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ കരുതി പെട്ടെന്നൊരു ദിവസം അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട, എല്ലാവരും നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയട്ടെ, അതിനുശേഷം കൊണ്ടുപോകാമെന്ന്. നിങ്ങൾ ചെയ്തത് ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോടതി നിങ്ങൾക്ക് തക്കതായ ശിക്ഷ തന്നെ വിധിക്കും. എന്തായാലും അതിനു വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ദേവൻ ശാന്തിയെ നോക്കി പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ദുഷിച്ചതായിരുന്നോടി? വന്നു കയറി അന്നു മുതൽ നിന്നെ എൻ്റെ സഹോദരിയായി കണ്ടതല്ലേ ഞാൻ. അങ്ങനെയല്ലേ നിന്നെ നോക്കിയതും. നിനക്കിതൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? ലക്ഷ്മി അമ്മ ശാന്തിയെ നോക്കി ദേഷ്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. അവർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴും പാറുവിനോടുള്ള ദേഷ്യത്തിൽ കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നവർ. മോളെ, അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഇപ്പോൾ ഈ ദുഷ്ട ചെയ്തതൊക്കെ കേട്ടപ്പോൾ സഹിക്കാൻ വയ്യ. എൻ്റെ മോള് ഒന്നും ഓർത്ത് കരയണ്ട. അമ്മയുണ്ട് കേട്ടോ. മോളുടെ അമ്മ തന്നെയാ നീ എൻ്റെ മോളും. മരിക്കുന്നവരെ അങ്ങനെ തന്നെയാകും. ലക്ഷ്മി അമ്മ അവളെ കെട്ടിപ്പിടിച്ചതും അവളും അവരെ കെട്ടിപ്പിടിച്ചു വിതുമ്പി. ആഗ്രഹിച്ച സമയങ്ങളിൽ കിട്ടാതെ പോയ അമ്മ ചൂട് അവൾ ഇന്നറിഞ്ഞു. ദേവൻ്റെ അച്ഛനാകട്ടെ സഹോദരിയെ ഒന്ന് നോക്കാൻ പോലും താല്പര്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രയും നിറഞ്ഞു നിന്നത് തൻ്റെ പ്രിയമിത്രത്തിൻ്റെ മുഖമായിരുന്നു. എന്തിനായിരുന്നടി ആ പാവങ്ങളെ നീ എൻ്റെ സഹോദരിയാണെന്ന് പറയാൻ പോലും ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. ഇത്ര ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന നീ എൻ്റെ സഹോദരിയല്ല. എൻ്റെ കൺമുന്നിൽ പോലും നീ വരരുത്. കാണണ്ട നിന്നെ ഈ ജന്മമിനി. അത്രയും പറഞ്ഞുകൊണ്ട് നെഞ്ചും തിരുമ്മി ദേവൻ്റെ അച്ഛൻ സോഫയിലേക്ക് ചെന്നിരിക്കുന്നത് വേദനയോടെ ലക്ഷ്മിയമ്മ നോക്കി നിന്നു. ആ മനസ്സിലെ വേദനയുടെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. സഹോദരിയുടെ ക്രൂരതകൾ കൊണ്ട് ജീവിതം തന്നെ ഇല്ലാതായ സുഹൃത്ത്, എന്നിട്ടും മതിവരാതെ അവരുടെ മകളെയും വേദനിപ്പിക്കുന്നത് താങ്ങാൻ കഴിയില്ല. അവർ അദ്ദേഹത്തിൻ്റെ അടുത്തായി പോയിരുന്നു. പാറു, ഭിത്തിയിൽ ചാരി നിന്ന് കരയുന്നവളെ ചേർത്ത് പിടിച്ചു നിത്യ. ചേച്ചി, എൻ്റെ അച്ഛനും അമ്മയും. വീണ്ടും അവൾ കരയാൻ തുടങ്ങിയതും നിത്യ അവളെ കെട്ടിപ്പിടിച്ചു ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പുറത്ത് തട്ടിക്കൊടുത്തു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ്? സ്വത്തോ പണമോ ഒന്നുമല്ല അവൾക്ക് നഷ്ടപ്പെട്ടത്, അവളുടെ അച്ഛനെയും അമ്മയുമാണ്. നിത്യ ഒന്ന് നെടുവീർപ്പിട്ടു. ഏട്ടത്തി. ദേവൻ അടുത്തേക്ക് വന്നതും നിത്യ പാറുവിനെ വിട്ടുമാറിക്കൊടുത്തു. പാറു വാ, ഞാൻ പറയട്ടെ. അവളെയും ചേർത്ത് പിടിച്ചവൻ പുറത്തേക്ക് നടന്നു. എന്തിനാ നീ കരയുന്നത്? ഇനി നീ കരയരുത്. കാരണം നിന്റെ അച്ഛനും അമ്മയും അത് സഹിക്കില്ല. നിന്നെ അനാഥയാക്കിയവർക്കുള്ള ശിക്ഷ കോടതി കൊടുത്തോളും. ഇനി അവർ പുറം ലോകം കാണില്ല. ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്തവർ ആ ഇരുമ്പറയ്ക്കുള്ളിൽ കഴിയും. ദേവൻ പറഞ്ഞതും പാറു ഒന്നും മിണ്ടിയില്ല. അവൾക്ക് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ദേവൻ അവളെ തന്നെ നെഞ്ചോടടക്കി പിടിച്ചു. സഹിക്കാൻ കഴിയില്ല. അവൾക്ക് നഷ്ടമായത് അവളുടെ അച്ഛനെയും അമ്മയുമാണ്. അതും മനഃപൂർവ്വം പകയുടെ പുറത്ത് ഇല്ലാതാക്കിയത്. എന്നിട്ട് അതിനിട്ട പേരോ പ്രണയം പോലും. ശാന്തിയെ ഓർത്തത് ദേവനിൽ പുച്ഛം നിറഞ്ഞു. ദേവേട്ടാ, എനിക്കിവിടെ നിൽക്കണ്ട. നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. എനിക്ക് എന്തോ പോലെ. എനിക്കറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്. ഞാനൊന്നും അറിയണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും മുഖം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ നിലതെറ്റി പൊട്ടിക്കരഞ്ഞിരുന്നു. മനസ്സിലേക്ക് കത്തിക്കരിഞ്ഞ മുഖം പോലും വ്യക്തമാകാൻ കഴിയാതെ രണ്ടുപേരുടെ ജഡം. വീണ്ടും അവൾ ഉറക്കെ കരഞ്ഞു. കരച്ചിലിൻ്റെ ആക്കം കൂടുന്നതിനനുസരിച്ച് ശരീരം വിറച്ചു തുടങ്ങി. നിമിഷനേരം കൊണ്ടവൾ ബോധം മറഞ്ഞുകൊണ്ട് ദേവൻ്റെ നെഞ്ചിൽ നിന്നും നിലത്തേക്ക് ഊർന്നു വീഴാൻ തുടങ്ങിയതും അവൻ അവളെ താങ്ങിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. പാറു, പാറു. ദേവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. കണ്ണു തുറക്കാതെ കിടക്കുന്നവളെ കണ്ട് അവൻ്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. വെപ്രാളത്തോടെ അവൻ അവളെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അമ്മ, വേഗം കുറച്ച് വെള്ളം കൊണ്ടുവാ. പുറത്തു നിന്ന് ദേവിൻ്റെ വെപ്രാളത്തോടെയുള്ള ശബ്ദം കേട്ടതും ശാന്തി ഒഴികെ മറ്റുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അയ്യോ എടാ എൻ്റെ കൊച്ച്. ലക്ഷ്മി അമ്മ വേഗം നിലത്തേക്കിരുന്ന് അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി. ദാ വെള്ളം. നിത്യ വെള്ളം ദേവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും അവൻ കുറച്ച് കയ്യിലേക്കെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞതും കണ്ണു ചിമ്മി തുറന്നവൾ. വാ, എഴുന്നേൽക്ക്, മുറിയിൽ പോയി കിടക്കാം. കണ്ണു തുറന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചവർ മുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് വാഹനം വന്നു നിന്നു. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ, ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം.
ലക്ഷ്മിയമ്മയും നിത്യയും കൂടി പാറുവിനെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിന്ന അതേ സ്ഥാനത്ത് തന്നെ ഒരടി മാറാതെ നിൽപ്പുണ്ട് ശാന്തി. ആരും അവരെ ശ്രദ്ധിക്കാതെ പാറുവിനെ റൂമിലേക്ക് കിടത്തി. രണ്ടുപേരും അവളുടെ ഒപ്പം തന്നെ ഇരുന്നു. അൻവർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവർ ഇനി പുറം ലോകം കാണരുത്, അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടിവർ. ദേവൻ അൻവറിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു നിന്നു. വാ, അവരെ വിലങ്ങു വെച്ച് കൊണ്ടുപോകുന്നത് കാണണ്ടേ നിനക്ക്? റൂമിലേക്ക് കയറി വന്ന ദേവൻ കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവളോട് പറഞ്ഞതും അവളുടെ ഏങ്ങലടി ശബ്ദം ഉയർന്നു. അവളെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരു കൈയിലും ചേർത്ത് വിലങ്ങുവെച്ച് വനിതാ പോലീസിൻ്റെ ഒപ്പം പോലീസ് വാഹനത്തിലേക്ക് കയറുന്ന ശാന്തിയെ അവൾ നോക്കി. പാറുവിനെ നോക്കുന്നവളുടെ കണ്ണിൽ ഇപ്പോഴും ദേഷ്യവും പകയുമാണെന്ന് കണ്ട എല്ലാവർക്കും അവളോട് പുച്ഛം മാത്രമാണ് തോന്നിയത്. പോലീസ് വാഹനം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയതും എല്ലാവരും കണ്ടത് ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന അവരുടെ 2 മക്കളെയാണ്. ദേവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് അകത്തേക്ക് കയറ്റി. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. ഹരി രേഖയെയും രാഹുലിനെയും ചേർത്ത് പിടിച്ചതും 2 പേരും കരഞ്ഞുപോയി. ഏട്ടാ, അമ്മ. രേഖ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും മോളെ. ഇവിടെ നിന്റെ അമ്മയും കുറ്റങ്ങൾ ചെയ്തു, ഒന്നല്ല ഒരുപാട്. ആ ക്രൂരതയുടെ ബാക്കിയാണ് ഈ നിൽക്കുന്നവൾ. ഈ ഭൂമിയിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കണം. മറ്റൊരാളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് വെറുതെ പോലും ഒരിക്കലും ചിന്തിക്കുകയേ ചെയ്യരുത്. അവരുടെ സന്തോഷങ്ങൾ എന്താണോ അതിനൊപ്പം പോകട്ടെ എന്ന് കരുതുക. നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ തേടി കണ്ടുപിടിക്കുക. ആ സന്തോഷം മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതാകരുതെന്ന് മാത്രം. നിങ്ങളുടെ അമ്മ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ലഭിക്കും. നിങ്ങൾക്ക് ആരുമില്ലെന്ന് കരുതണ്ട, ഞങ്ങളെല്ലാവരുമുണ്ട്. പഠിപ്പിൽ ഉഴപ്പാതെ മിടുക്കരായിട്ട് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം 2 പേരും. ദേവൻ 2 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഇരുവരും ചെറുചിരിയോടെ അവനെ കേട്ടിരുന്നു. അമ്മ, ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോകുക. അവളുടെ മനസ്സൊന്ന് ശരിയാകുന്നത് വരെ ഞങ്ങൾ അവിടെ നിൽക്കാമെന്ന് കരുതി. ദേവൻ ഡ്രസ്സൊക്കെ മാറി പാറുവിനെയും ചേർത്ത് പിടിച്ച് ഹാളിലേക്ക് വന്ന് അമ്മയോടായി പറഞ്ഞു. അവർ ദേവനെയും ശേഷം പാറുവിനെയും ഒന്ന് നോക്കി. മോളൊന്ന് ഓക്കെ ആകുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കും മക്കളെ, അച്ഛൻ പറഞ്ഞതും ദേവൻ തലയനക്കി. മോനെ, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ശാന്തിയെ പറ്റിയാണ് അച്ഛൻ ചോദിച്ചതെന്ന് അവന് മനസ്സിലായി. ഇന്ന് കോടതിയില്ല, നാളെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ദേവൻ പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചു പുറത്തിറങ്ങി. പിന്നാലെ എല്ലാവരും ചെന്നു. ദേവേട്ടാ, എങ്ങോട്ടും പോകല്ലേ, എൻ്റെ അടുത്തിരിക്കാമോ? അവളുടെ അടഞ്ഞ ശബ്ദം. ഒരാഴ്ച കഴിഞ്ഞിട്ടും ശാന്തിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവളെ എത്രത്തോളം തളർത്തിയെന്നത് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അതെ, നീ ഇങ്ങനെയായാൽ എന്ത് ചെയ്യും പാർവതി? അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ തന്നെ കണ്ണുമിഴിച്ചു നോക്കിക്കിടക്കുന്നവളെ നോക്കിയവൻ. എനിക്കറിയില്ല ദേവേട്ടാ, പേടിയാ. കണ്ണടയ്ക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കത്തി. അവൾ പറഞ്ഞു തീരും മുൻപേ ദേവൻ അവളുടെ വായ പൊതിഞ്ഞു പിടിച്ചു. ദേ പാറു, നീ അത് തന്നെ മനസ്സിലിട്ട് അതേപ്പറ്റി ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നത്. നിന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി, ശരിയാണ്. എന്ന് വച്ചിട്ട് അത് തന്നെ മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അസുഖം വരുത്തി വെച്ചാൽ ആർക്കാ നഷ്ടം? എനിക്ക്. നിനക്കൊരു കുഴപ്പവുമില്ല. നീറാനുള്ളത് ഞാനല്ലേ? നോക്ക് പാറു, നീ ബോധം മറഞ്ഞു വീണപ്പോൾ ഞാൻ പേടിച്ചു പോയി. ജീവിതത്തിൽ ഒന്നിനെയും ഭയക്കാത്ത എനിക്ക് നിന്റെ കാര്യത്തിലാണ് പേടി. നിനക്ക് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ എനിക്ക് ആരാടിയുള്ളത്? ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ പാറു? അവൻ തൻ്റെ മനസ്സിൽ അടക്കിപ്പിടിച്ച കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ വേദനയോടെ അവനെ നോക്കിയിരുന്നവൾ. കേട്ടോ, ഈ നെഞ്ചെടുപ്പ് കേട്ടോ നീ? ഇതുപോലും നിനക്ക് വേണ്ടിയാണ്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നീറുന്നത് ഞാനാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനുണ്ടാകില്ല പാറു. ദേവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയഭിത്തികളെ തകർത്ത് ഉള്ളിലേക്ക് തുളഞ്ഞു കയറി. അവളുടെ കണ്ണുകൾ ഒരു വേള ദേവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ തറഞ്ഞു നിന്നു. തനിക്ക് വേണ്ടി കരയാനൊരാൾ, തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവൻ. ഈ മനുഷ്യനെയാണല്ലോ അറിഞ്ഞോ അറിയാതെയോ ഒരാഴ്ചക്കാലമായി ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ നീറുന്നത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോ. മനസ്സിൽ അവൾ ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ദേവൻ വീണ്ടും സംസാരിച്ചത്. അവൻ പറയുന്നത് കൂടി കേട്ടതും അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. ദേവേട്ട, എന്നോട് ക്ഷമിക്ക്.
എൻ്റെ ദേവേട്ടൻ വേദനിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ദേവേട്ടനെ ഇനിയും ഞാൻ വേദനിപ്പിക്കില്ല. എന്നെക്കൊണ്ടാവില്ല അതിന്. എനിക്ക് വേണ്ടിയല്ല ഈ കണ്ണ് നിറയുന്നതും ഈ നെഞ്ചു പിടയുന്നതും. ഞാനിനി എൻ്റെ ദേവേട്ടനെ വേദനിപ്പിക്കില്ല. പാറുവിനൊന്നും വേണ്ട, ആരും വേണ്ട, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. എനിക്കെൻ്റെ ദേവേട്ടനെ മാത്രം മതി, ദേവേട്ടൻ്റെ സ്നേഹം മാത്രം മതി. പാറു തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. അവളുടെ ചെയ്തികളൊക്കെ കണ്ട് ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നവൻ. പാറുവേ, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുക. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ പറഞ്ഞതും പാറുവിൻ്റെ മുഖം രക്തവർണ്ണമായി. നാണച്ചുവപ്പണിഞ്ഞ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം താഴ്ന്നു വന്നതും പാറു കണ്ണുകൾ ഇറക്കിയടച്ചു. ദേവൻ ചിരിയോടെ അവളുടെ ചുവന്ന അധരങ്ങളിൽ ചുംബിക്കുവാൻ തുടങ്ങി. പാറുവും അവൻ്റെ ചുംബനത്തെ സ്വീകരിച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ശാന്തിക്ക് കോടതി ശിക്ഷ വിധിച്ചു. ജീവപര്യന്തമാണ്. പിഴയുമുണ്ട്. ദേവനും പാറുവും ഫ്ലാറ്റിൽ തന്നെയാണ്. ഇടയ്ക്ക് അവധി ദിവസങ്ങളിൽ തറവാട്ടിലേക്ക് പോകും. പഴയതുപോലെ ലക്ഷ്മിയമ്മയ്ക്ക് അവളോട് യാതൊരു ഇഷ്ടക്കേടുമില്ലായിരുന്നു. സ്നേഹം മാത്രമാണിപ്പോൾ അവർക്ക് അവളോട്. അവൾക്കും അങ്ങനെ തന്നെ. നിത്യയുടെയും ഹരിയുടെയും മകൻ പിടിച്ചെഴുന്നേൽക്കുവാനൊക്കെ തുടങ്ങി. അവൻ്റെ കളിച്ചിരികളാണിപ്പോൾ തറവാട്ടിലുള്ളവരുടെ സന്തോഷം. ദേവേട്ട, രാത്രിയിൽ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ പിന്നിൽ കൂടി അവൻ ചേർത്ത് പിടിച്ചു. ഒരു കുറുകലോടെ അവൾ വിളിച്ചതും അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു കൊണ്ടവൻ ഒന്ന് മൂളി. ഇപ്പോൾ എന്തു തോന്നുന്നു? അവൾ തൻ്റെ വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും സംശയത്തോടെ അവളെ നോക്കിയവൻ അത് വാങ്ങി തുറന്നു നോക്കുമ്പോൾ അതിൽ എന്താണെന്ന് അറിയാൻ വല്ലാത്തൊരു ധൃതിയായിരുന്നു അവന്. റിപ്പോർട്ട് വായിച്ചു നോക്കിയ അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നതും ചുണ്ടുകളിൽ മന്ദഹാസം വിടരുന്നതും ഒക്കെ കൗതുകത്തോടെ നോക്കിയവൾ. എന്തു തോന്നുന്നു എന്ന് ചോദിച്ചാൽ സന്തോഷം തോന്നുന്നു പാറുവേ. അവളെ വാരിപ്പുണർന്നവൻ നെഞ്ചോട് ചേർത്തു. എങ്ങനെ പോയി ഹോസ്പിറ്റലിൽ? അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. അമ്മ വന്നു. അവൻ്റെ നെഞ്ചിൽ കൈവിരൽ കൊണ്ട് കളം വരച്ചവൾ. ആഹാ, അപ്പോൾ അമ്മായിയമ്മയാണല്ലേ മുമ്പേ അറിയിച്ചത്? അവൻ അവളുടെ കവിളിൽ മെല്ലെ കിള്ളി. അതിന് ദേവേട്ടൻ ഇല്ലായിരുന്നല്ലോ ഇവിടെ. ഇന്നല്ലേ വന്നത്. എൻ്റെ ക്ഷീണമൊക്കെ കണ്ട് അമ്മയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. നിനക്ക് സന്തോഷമായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയാം ഇപ്പോൾ ആ മനസ്സിലെന്താണെന്ന്. സന്തോഷമാണ് ദേവേട്ട. ആരുമില്ലാത്ത എനിക്ക്. പറയാൻ അനുവദിക്കാതെ അവൻ അവളുടെ അധരങ്ങളിൽ ചുംബിക്കുവാൻ തുടങ്ങി. പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ശേഷം അവ കൂമ്പിയടഞ്ഞു. ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം അവൻ അവളിൽ നിന്ന് വിട്ടുമാറി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ബീൻ ബാഗിലേക്കിരുന്നു. ഇനി നിൻ്റെ വായിൽ നിന്ന് ഞാനിത് കേൾക്കരുത് പാറു. നിനക്ക് ഞാനുണ്ട്. അമ്മയായും അച്ഛനായും സഹോദരനായും നിൻ്റെ പാതിയായും ഈ ജന്മത്തിൽ ഞാനുണ്ട് നിനക്ക്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞും. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു. ദാ നോക്കിക്കേ, അത് കണ്ടോ പാറു നീ? ആകാശത്ത് മിന്നി നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന തിളക്കമുള്ള 2 വലിയ നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചവൻ. പാറു അവിടേക്ക് നോക്കി. ആ നക്ഷത്രങ്ങൾ അവളെ നോക്കി കണ്ണു ചിമ്മുന്നതായി തോന്നി അവൾക്ക്. എൻ്റെ അച്ഛനും അമ്മയുമാണ് ദേവേട്ട. കണ്ടില്ലേ അവരുടെ തിളക്കം? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവനൊന്ന് പുഞ്ചിരിച്ചു. മരിച്ചുപോയവർ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമായി മാറുമെന്ന് പറയുന്നത് ശരിയായിരിക്കുമല്ലേ? പാറു ആ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ മറുപടിയായി അവളെ ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ നെറുകിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ പ്രണയത്തിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ചെറു ചാറ്റൽ മഴ ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങി. അവസാനിച്ചു.